ഡിയർ സ്റ്റുഡൻസ്, രണ്ടാമത്തെ മോഡൽ പരീക്ഷ നവോദയ പരീക്ഷയുടെ എല്ലാ പ്രത്യേകതകളെയും കൂടി നടത്തുന്ന ദിവസമാണ് നാളെ. 9:30 നിങ്ങളൊക്കെ വരണം. 10 മണിക്ക് നമുക്ക് പരീക്ഷ തുടങ്ങണം. നാളത്തെ ക്ലാസ് വൈകിട്ട് വരെയാണ്. ഉച്ചഭക്ഷണം കൊണ്ടുവരണം. ആരും ഉച്ച വരെയുള്ളൂ എന്ന് വിചാരിക്കണ്ട, വൈകിട്ട് വരെ ക്ലാസ് ഉണ്ട്. എല്ലാവരും ഉച്ചഭക്ഷണം കൊണ്ടുവരണം. 9:30 എത്തണം, ഉച്ചഭക്ഷണം കൊണ്ടുവരണം. ഓക്കെ, നമുക്കിനി നാളത്തെ പരീക്ഷയുടെ വിവരങ്ങൾ നോക്കാം. പരീക്ഷ നാളെ 40 ചോദ്യങ്ങൾ ബുദ്ധി പരീക്ഷാ വിഭാഗത്തിൽ നിന്നുണ്ടാകും. ഒരു ചോദ്യത്തിന് 1.25 മാർക്ക് വെച്ച് ആകെ 50 മാർക്കിന്റെ ബുദ്ധി പരീക്ഷാ ചോദ്യങ്ങൾ ഉണ്ടാകും. ബുദ്ധി പരീക്ഷാ ചോദ്യങ്ങൾ എങ്ങനെയാണെന്ന് ഒരു പ്രാവശ്യം ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നാളെ എക്സാം നടക്കുമ്പോൾ നാളെ ഒന്നുകൂടി നിങ്ങളെ പഠിപ്പിച്ചു തരും. എന്നിട്ടാണ് എക്സാം ഉണ്ടാവുക. തുടർന്ന് 20 ചോദ്യങ്ങൾ കണക്കിൻ്റെതുണ്ടാവും. ഒരെണ്ണത്തിന് 1.25 മാർക്ക് വെച്ച് 25 മാർക്കിന് കണക്കിലെ ചോദ്യങ്ങൾ ഉണ്ടാവും. ഇതുവരെ നമ്മൾ എടുത്തു തീർന്ന 14 പാഠങ്ങളാണ്. 16 പാഠങ്ങളാണ് നമുക്ക് ആകെ പഠിക്കാനുള്ളത്. അതിൽ 14 എണ്ണവും നമ്മൾ കംപ്ലീറ്റ് ചെയ്തതാണ്. കംപ്ലീറ്റ് ചെയ്ത 14 പാഠങ്ങളിൽ നിന്നുണ്ടാകുന്ന 20 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ഒരു ചോദ്യത്തിന് 1.25 മാർക്ക് വെച്ച് 25 മാർക്കുണ്ട്. എല്ലാവരും കണക്കിൽ ചെയ്തു നോക്കാൻ ഒരു ന്യൂസ് പ്രിന്റ് പേപ്പർ കൊണ്ടുവരാം. ആരും നാളെ വരുമ്പോൾ ബുക്ക് എടുത്ത് കൊണ്ടുവരണ്ട. നിർബന്ധമായും പേനയും പെൻസിലും ബോക്സും കൊണ്ടുവരണം. ബോക്സ് അത്ര നിർബന്ധമൊന്നുമില്ല. പേന, പെൻസിൽ നിർബന്ധമാണ്. പെൻസിൽ കൊണ്ടുവരണം. ഓക്കെ, ഇനി നമുക്ക് 20 ചോദ്യങ്ങൾ ഗദ്യഭാഗമാണ്. അതിനും ഒരെണ്ണത്തിന് 1.25 മാർക്കാണ്. അങ്ങനെ 25 മാർക്കാണ് മൊത്തം. ഗദ്യഭാഗം എങ്ങനെയാണ് എന്ന് ഞാൻ നിങ്ങളെ പലതവണ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ആകെ മാർക്ക് 100 ആണ്. ആകെ ചോദ്യങ്ങളുടെ എണ്ണം 80 ആണ്. അനുവദിക്കപ്പെട്ടുള്ള സമയം 2.5 മണിക്കൂറാണ്. അല്ല, 2 മണിക്കൂറേ ഉള്ളൂ. 2 മണിക്കൂറാണ് നാളെ നിങ്ങൾക്ക് കിട്ടുന്ന സമയം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, 1 മണിക്കൂർ ബുദ്ധി പരീക്ഷയ്ക്ക് ഉപയോഗിക്കണം, 1/2 മണിക്കൂർ കണക്കിന് ഉപയോഗിക്കണം, 1/2 മണിക്കൂർ ഗദ്യത്തിന് ഉപയോഗിക്കണം. അതാതിന്റെ സമയത്ത് ഉപയോഗിക്കണം. പിന്നെ നാളെ നവോദയ പരീക്ഷയുടെ കൂടെ നിങ്ങൾക്ക് കണക്കിന്റെ കുറയ്ക്കൽ, ഗുണിക്കൽ, ഹരിക്കൽ അതിന്റെ പരീക്ഷ നടക്കുന്നുണ്ട്. ടേബിൾ ടെസ്റ്റ് നടക്കുന്നുണ്ട്. എല്ലാത്തിൻ്റെയും മാർക്ക് കൂട്ടിയിട്ടാണ് 1-ാം സ്ഥാനം, 2-ാം സ്ഥാനം, 3-ാം സ്ഥാനം ഒക്കെ നിശ്ചയിക്കുക. ആദ്യത്തെ 5 സ്ഥാനം കിട്ടിയ കുട്ടികൾക്ക്, ആദ്യം 5 സ്ഥാനം കിട്ടുന്ന കുട്ടികൾക്ക് സമ്മാനം കൊടുക്കും. ഞായറാഴ്ച പേരൻസിന്റെ മീറ്റിംഗിൽ പേപ്പർ കൊടുക്കും, സമ്മാനം കൊടുക്കും. സമ്മാനത്തിന് വേണ്ടി പരിഗണിക്കുന്നത് നിങ്ങളുടെ ഫൈനൽ പരീക്ഷയുടെ മാർക്ക് മാത്രമല്ല, ഗണിത ഭാഗത്തിന്റെ പരീക്ഷയും ടേബിൾ ടെസ്റ്റും ഒക്കെ അതിൽ കൂട്ടും. അതുകൊണ്ട് അതൊക്കെ പഠിച്ചിട്ട് വേണം വരാൻ. ഞായറാഴ്ച 2 മണി തൊട്ട് 4 മണി വരെയാണ് നമ്മുടെ പേരൻസ് മീറ്റിംഗ്. സാധാരണ ക്ലാസ് നടക്കുന്ന സമയത്ത് കുട്ടികളും വരണം, പേരന്റും വരണം. കുട്ടികൾക്ക് ക്ലാസ് ഉണ്ടാവും, പേരൻസിന്റെ മീറ്റിംഗ് ഉണ്ടാവും. ക്ലാസ് കഴിയുമ്പോഴേക്ക് പേരൻസിന്റെ മീറ്റിംഗ് കഴിഞ്ഞ് കുട്ടികളെയും കൂട്ടിക്കൊണ്ട് പോകാം. നാളെ ഒരു കുട്ടിയും പരീക്ഷ എഴുതാണ്ടിരിക്കാൻ പാടില്ല. സ്കൂളിൽ ക്ലാസ് ഉണ്ടെങ്കിൽ ലീവ് എഴുതി കൊടുത്തിട്ട് വന്ന് പരീക്ഷ എഴുതണം. ഒരു കാരണവശാലും പരീക്ഷ എഴുതാണ്ടിരിക്കരുത്. ആശുപത്രി പോകേണ്ട കാര്യം വന്നാൽ പേരന്റ് അവിടെ എൻ്റെ അടുത്ത് വരണം, ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങണം. വീട്ടിലിരുന്ന് രാത്രിക്ക് എങ്ങനെ പരീക്ഷ നടത്തണമെന്ന് ഞാൻ പറഞ്ഞു തരും. അങ്ങനെ നടന്നു. ഒരു നവോദയ പരീക്ഷ ക്ലാസ്സിന് വരുന്ന ഒരു കുട്ടിയും നാളെ പരീക്ഷ എഴുതാതിരിക്കാൻ പാടില്ല. അതേപോലെ ഞായറാഴ്ച പേരന്റ് വന്ന് കുട്ടിയുടെ കാര്യങ്ങൾ മനസ്സിലാക്കി പേപ്പർ വാങ്ങിക്കൊണ്ട് പോകണം. കുട്ടികൾക്ക് സമ്മാനം പേരൻസിന്റെ മുന്നിൽ നിന്നാണ് കൊടുക്കുക. കൂടെ 3ാമത്തെ ടേം ഫീസ് അടയ്ക്കേണ്ട ദിവസം ഞായറാഴ്ചയാണ്. ഞായറാഴ്ചക്ക് മുമ്പിൽ ആരും അടച്ചിട്ടില്ല. ഞായറാഴ്ചയാണ് നമ്മൾ അടയ്ക്കേണ്ട ദിവസം. അപ്പം ആദ്യം 1ഉം 2ഉം തവണ ഫീസ് അടച്ച എല്ലാവരും ഞായറാഴ്ച ഫീസ് അടയ്ക്കണമെന്ന കാര്യം പ്രത്യേകം ഓർക്കണം. ഓക്കെ, താങ്ക് യു.